ബുഡിയും മാരിമയുടെ ഫിഫ്ത് എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും വോച്ചു മെറിയുടെ പഴയ ഫോട്ടോ ഒക്കെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം മെറീനെ കോൾ ചെയ്യുന്നു. ഇതേ സമയത്തായിരുന്നു മെറിയുടെ എക്സും മെറീനെ കോൾ ചെയ്യുന്നത്. സോ നമ്മുടെ വോച്ചു ആയിരിക്കും വിചാരിച്ചുകൊണ്ട് മെറി നേരെ കോൾ എടുക്കുന്നത് മെറിയുടെ എക്സിന്റെയാണ്. എക്സും ഒന്നും സംഭവിക്കാത്തതുപോലെ ഞാനിപ്പോൾ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അവളോടും പറയുന്നു. അവളും അത് കേട്ട ഉടനെ തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മുടെ വൂച്ചോ മെറീനെ കോൾ ചെയ്തിട്ട് പേഴ്സ് അവന്റെ കാറിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയിക്കുന്നു. കൂടാതെ മെറിയും എക്സ് ഇതുപോലെ നാട്ടിലെത്തിയെന്നും കോൾ ചെയ്തു എന്നുള്ള കാര്യം ഒന്നും തന്നെ വൂച്ചുവിനോട് പറയുന്നില്ല. ഇപ്പോൾ വൂച്ചു മുത്തശ്ശിനെ കാണുമ്പോഴത്തേക്കും മുത്തശ്ശിയും അവന്റെ വിവാഹത്തെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ കൂട്ടിക്കൊണ്ടൊക്കെ വാ, ഞാനും ഒന്ന് കണ്ട് പരിചയപ്പെടട്ടെ. അത് കൂടാതെ നീ നമ്മുടെ കമ്പനിയൊക്കെ നോക്കി നടത്തുവാനായിട്ട് പോകുന്ന ആളാണ്. അങ്ങനെയുള്ള ആള് നമ്മുടെ സ്റ്റാറ്റസിനൊക്കെ പറ്റിയ ഒരാളെ മാത്രമേ വിവാഹം ചെയ്യുവാനായിട്ട് പാടുള്ളൂ എന്നും മുത്തശ്ശി അവനോട് പറയുന്നു. ഉമ്മറ് രാവിലെ തന്നെ വർക്കിന് വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്കുമായിരുന്നു സെക്രട്ടറി പോകുവാനായിട്ട് റെഡിയായി നിൽക്കുന്ന കാഴ്ച അവൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ സെക്രട്ടറി അവളെ കാണാതിരിക്കുവാനായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും സെക്രട്ടറി അവളെ കണ്ട് വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവളോട് സംസാരിക്കുന്നു. ഇന്നലെ രാത്രി പാർക്കിംഗ് ഏരിയയിൽ ഊച്ചുവിന്റെ വണ്ടിയൊന്നും ഞാൻ കണ്ടില്ലല്ലോ എന്ന് സെക്രട്ടറി പറയുമ്പോഴത്തേക്കും ഊച്ചു ഇന്നലെ രാത്രി എല്ലാം തന്നെ വർക്ക് ചെയ്യുകയായിരുന്നു, അതുകൊണ്ട് തന്നെ അവൻ വീട്ടിലേക്ക് എത്തിയില്ല എന്ന് അവളും മറുപടി കൊടുക്കുന്നു. കൂടാതെ സെക്രട്ടറിയും അവളെ ഓഫീസിലേക്ക് കൊണ്ടാക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവളും നടന്നു പോകാമെന്ന് തീരുമാനിക്കുന്നു. ഇപ്പോൾ സെക്രട്ടറിയും ബൂച്ചിന്റെ ബേക്കറിയിൽ എത്തിയിരിക്കുകയാണ്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി വർക്ക് ചെയ്യുന്ന കമ്പനി ഉണ്ടല്ലോ, അവര് അവരുടെ ആനിവേഴ്സറി ആഘോഷിക്കുകയാണ്. സോ അവർ ആനിവേഴ്സറി ആഘോഷിക്കുന്ന സമയത്ത് അവരുടെ VIP കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ഒക്കെ കൊടുക്കുവാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ സ്പെഷ്യൽ ഫുഡ് ഐറ്റം ആകട്ടെ ഈ ബൂച്ചുവിന്റെ ബേക്കറിയിൽ നിന്നും കൊടുക്കുവാനായിട്ടാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അത് സെക്രട്ടറിയുടെ പ്ലാൻ അല്ല, മറിച്ച് സെക്രട്ടറിയുടെ സിഇഒയുടെ പ്ലാനൊക്കെയാണ്. സോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുവാനായിട്ടായിരുന്നു സെക്രട്ടറി എത്തിയത്. സോ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാർക്കറ്റിംഗ് ടീം തന്നെ നേരിട്ട് പറയുന്നതായിരിക്കും. സോ മാർക്കറ്റിംഗ് ടീമിന്റെ ടീം ലീഡറിനെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്കിൾ ഇരിക്കുകയും അതിനുശേഷം അവർ ഊജുവിനെ വിളിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ റൂമിന്റെ വെളിയിൽ എത്തിയിട്ടുണ്ടായിരുന്ന ഊജുവും ഇപ്പോൾ ആരാണ് തന്നെ കാണുവാനായിട്ട് എത്തിയിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോഴത്തേക്കുമാണ് ഇതുപോലെ സെക്രട്ടറിയാണ് തന്നെ കാണുവാനായിട്ട് എത്തിയിട്ടുള്ളതെന്ന കാര്യം എല്ലാം തന്നെ ഊജുവും മനസ്സിലാക്കുന്നത്. സോ ഇവിടെ വെച്ച് സെക്രട്ടറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ കുളമാകുമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവനും തനിക്ക് നല്ല സുഖമില്ല, ഒന്ന് ബാത്റൂമിലൊക്കെ പോകണം, അതുകൊണ്ട് തന്നെ സെക്രട്ടറിനെ കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മുങ്ങുന്നു. കൂടാതെ ബൂച്ചുവിന് മറ്റൊരു കോൾ വരുന്ന സമയത്ത് അവനും തനിക്ക് വയറ്റിന് ഒട്ടും തന്നെ സുഖമില്ലാത്തത് കൊണ്ട് തന്നെ സെക്രട്ടറിനെ കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്നും തനിക്ക് പകരമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യാമോ എന്നും ചോദിക്കുമ്പോഴത്തേക്കും അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്ന ആളും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തോളാം എന്നൊക്കെ അറിയിക്കുകയാണ്. ആ ഒരു സമാധാനത്തിൽ കുറെ നേരം അവിടെ തന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ബൂച്ചുവും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കുമാണ് അങ്കിൾ സെക്രട്ടറിനെ കൂട്ടിക്കൊണ്ട് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. സോ അങ്കിളും ഇപ്പോൾ പൂജുവിനെ സെക്രട്ടറിയുമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവരും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന രീതിക്കൊക്കെയാണ് സംസാരിക്കുന്നതും. അങ്ങനെ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തിട്ട് ഇപ്പോൾ അങ്കിളും അവര് രണ്ടുപേരെയും പറഞ്ഞയക്കുമ്പോഴത്തേക്കും ഒന്നിച്ച് ലിഫ്റ്റിലുണ്ടായിരുന്ന അവരും സംസാരിക്കുന്നു. എനിക്ക് നേരത്തെ തന്നെ നിന്നെ അറിയാമായിരുന്നെങ്കിൽ പോലും അറിയത്തില്ലാത്തതുപോലെയൊക്കെ പെരുമാറേണ്ടതായിട്ട് വന്നു. നീ അതിന് എന്നോട് ക്ഷമിക്കണമെന്ന് പൂജ പറയുമ്പോഴത്തേക്കും അതെന്തുകൊണ്ട് നല്ലൊരു കാര്യമായിട്ടായിരുന്നു സെക്രട്ടറി കണ്ടിട്ടുണ്ടായിരുന്നത്. നേരത്തെ തന്നെ പരിചയമുള്ള ആൾക്കാരൊക്കെ ആകുമ്പോഴത്തേക്കും ജോലിയിലും എന്തെങ്കിലും വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. സോ അറിയത്തില്ലാത്തതുപോലെ തന്നെ എല്ലായ്പ്പോഴും ഇരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് സെക്രട്ടറിയും പറയുന്നു. പേഴ്സണൽ കാര്യങ്ങളും ഓഫീസ് കാര്യങ്ങളും രണ്ടായിട്ട് കൊണ്ടുപോകുന്നതിലാണ് തനിക്കും താല്പര്യമെന്ന് അയാൾ അറിയിക്കുന്നുണ്ട്. നേരത്തെ ആണെങ്കിൽ പോലും ആർട്ടിക്കിളൊക്കെ കൊടുത്ത സമയത്ത് ബൂജുവിന്റെ മെറിയുടെ പേര് മാറ്റിയിട്ട് മറ്റു രണ്ട് പേരുകളായിരുന്നല്ലോ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് തെറ്റായിട്ടുള്ള പേരുകളൊക്കെ കൊടുത്തതെന്ന് സെക്രട്ടറി സ്റ്റാഫിന്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും സ്റ്റാഫും അവർ വലിയൊരു കടബാധ്യതയിലാണെന്നാണ് പറഞ്ഞത്. സോ ഒറിജിനൽ ആയിട്ടുള്ള അവരുടെ പേരൊക്കെ കാണുകയാണെങ്കിൽ ശരിക്കും അവർ ആരുടെ കയ്യിൽ നിന്നുമാണോ പണമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത് അവരെല്ലാവരും തന്നെ ഇവരെ പിന്തുടർന്ന് വരുന്നതായിരിക്കും. സോ അവരാകെ ട്രബിളിലാകുന്നത് കൊണ്ടാണ് തെറ്റായിട്ടുള്ള പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന് സ്റ്റാഫ് പറഞ്ഞതിനെ കുറിച്ച് സെക്രട്ടറിയും ഇപ്പോൾ ഓർക്കുന്നു. സെക്രട്ടറിയും അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും താൻ വലിയൊരു കടബാധ്യതയിലാണ് ഉള്ളതെന്ന് അവനും പറയുന്നൊക്കെയുണ്ട്. കൂടാതെ അവനെ മൊത്തത്തിലൊന്ന് നോക്കിയിട്ടുണ്ടെന്ന് സെക്രട്ടറിയും നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറക്കളച്ചിരുന്ന് വർക്ക് ചെയ്തതുപോലെ ഒന്നും തോന്നുകയില്ലല്ലോ എന്ന് പറയുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പൂജുവിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ പൂജുവും എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ലിഫ്റ്റ് ഓപ്പൺ ആവുകയും വെളിയിലായിട്ട് മെറി നിൽക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ മറിയം ഈ കമ്പനിയിൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നതെന്ന് സെക്രട്ടറി ചോദിക്കുമ്പോഴത്തേക്കും മറിയം അല്ല എന്ന് പറയുന്നു. കൂടാതെ ഈ ഒരു സമയത്ത് സെക്രട്ടറിനെ കൺവിൻസ് ചെയ്യിക്കുവാനായിട്ട് പറ്റിയൊരു അവസരമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവരും മറിയുടെ പേഴ്സ് ബൂച്ചിന്റെ കയ്യിൽ പെട്ടുപോയതാണെന്നും ആ ഒരു പേഴ്സ് ഒക്കെ തിരിച്ചു മേടിക്കുവാനായിട്ടായിരുന്നു മെറി എത്തിയിട്ടുണ്ടായിരുന്നതെന്നും ഒക്കെ അറിയിക്കുന്നു. അതായത് അവർ കപ്പിൾസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും അവരുടെ ഇടയിലായിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ മാറിപ്പോകുന്നത് സ്വാഭാവികമാണെന്നാണ് അവർ അറിയിക്കുന്നത്.
പോരാത്തതിന് വോജുവും താൻ രാവിലെ വന്ന സമയത്ത് പെട്ടെന്ന് മാറിപ്പോയത് കൊണ്ടാണ് ഇതൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ വൂജ് രാത്രി വീട്ടിൽ വന്നില്ല എന്നായിരുന്നല്ലോ സെക്രട്ടറിയോട് മെറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് സെക്രട്ടറിയും ഓർക്കുന്നു. സോ ഇപ്പോൾ മെറിയും വൂജു ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കളച്ച് വർക്ക് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് തെറ്റിപ്പോയതാണെന്നാണ് അവൾ അറിയിക്കുന്നത്. പിന്നീട് സെക്രട്ടറിനും അവർ പറഞ്ഞയക്കുന്നു. ഇപ്പോൾ മെറിയും വൂച്ചുവിനോട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുമ്പോഴത്തേക്കും നിന്റെ ലൈഫിൽ ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. ഈ ഒരു സമയത്ത് എൻ്റെ അടുത്തും ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്കൊന്നും തന്നെ അറിയാതെയൊക്കെ പോകും. സോ നമ്മൾ തമ്മിൽ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ നീ എന്നെ ഒരു ദിവസം 4 തവണയൊക്കെ കോൾ ചെയ്യ്. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറ. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഓരോരുത്തർ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എനിക്കതിന് തക്കതായിട്ടുള്ള മറുപടിയും കൊടുക്കുവാൻ സാധിക്കും. സോ ഈ ഒരു രീതിക്കൊക്കെ നമുക്ക് മുന്നോട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് അവളെയും കൺവിൻസ് ചെയ്യിക്കുന്നു. ഇപ്പോൾ മെറിയുടെ എക്സ് ആയിട്ടുണ്ടായിരുന്ന വോച്ചു വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അമ്മയും അവനോട് ജെനീനെ കുറിച്ച് ചോദിക്കുന്നു. അതായത് വൂജുവും ജെനിയും കൂടി ഹോങ്കോങ്ങിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. കൂടാതെ ജെനിയുടെ പേരൻസ് ഉള്ളതും ഹോങ്കോങ്ങിലാണ്. അങ്ങനെ ഇരിക്കെ പേരൻസിനെയൊക്കെ ചെന്ന് കണ്ടിട്ട് നിനക്കും ഒന്ന് കമ്പനി ആയിക്കൂടായിരുന്നോ? അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ വിവാഹം പെട്ടെന്ന് തന്നെ നടക്കുന്നതായിരിക്കുമല്ലോ എന്ന് അമ്മയും പറയുന്നു. പക്ഷെ അവനും അവർ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാതെയൊക്കെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് വൂജുവിന്റെ സഹോദരി തനിക്കൊരു ഷോപ്പൊക്കെ തുടങ്ങിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. സോ ജെനീനൊക്കെ വിവാഹം കഴിച്ചിട്ട് അവൾ തരുന്ന പണം വെച്ചിട്ട് വേണം തനിക്ക് ഷോപ്പ് തുടങ്ങുവാൻ എന്ന് കൂടി അറിയിക്കുന്നത്. അതുകൂടി കേൾക്കുമ്പോഴത്തേക്കും വൂജുവും ഒരുപാട് ദേഷ്യപ്പെട്ടൊക്കെ അവിടെ നിന്നും പോകുന്നു. വീട്ടുകാരൊക്കെ തന്റെ അടുത്ത് നിന്നും ഒരുപാട് കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവനും നേരത്തെ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് കൂടി ഓർക്കുകയാണ്. അതായത് ജെനിക്ക് മറ്റൊരാൾ ലവറായിട്ടൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന വൂജുവും അയാളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് വെച്ച് തന്നെ ജെനിയുടെ പേരൻസ് ഒരാളുമായിട്ട് ജെനിയുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അയാളെ ആയിരുന്നോ നേരത്തെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നതെന്നുമാണ് അവൾ പറയുന്നത്. അവരുടെ വിവാഹമൊക്കെ ഉടനെ തന്നെ നടക്കുന്നതായിരിക്കും. എന്തായാലും അവൻ ഇല്ലാത്ത സമയം ഞാൻ നിന്നെ കോൾ ചെയ്യാമെന്ന് ജെനി പറയുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും ജെനിയുടെ കയ്യിലെ പണം ഒന്നും തന്നെ അവന് കിട്ടുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവനും ഞാൻ വേണോ അവൻ വേണോ എന്ന് നീ തീരുമാനിക്കുന്ന അറിയിക്കുന്നു. പക്ഷെ ജെനി ആകട്ടെ അയാളെ ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ ജെനി തന്നെ ഉപേക്ഷിച്ച വിഷമത്തില് വോച്ചും ജെനിക്ക് മെസ്സേജ് അയക്കുന്നു. അതായത് ഇപ്പോഴും ജെനിയുടെ ഒരു ക്യാറ്റ് ഉണ്ടല്ലോ, ആ ക്യാറ്റ് വോച്ചുവിന്റെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. സോ ആ ക്യാറ്റിനെ എപ്പോൾ കൊണ്ടുവന്ന് തരണമെന്ന രീതിക്കാണ് അവൻ സംസാരിക്കുന്നത്. പക്ഷേ ജെനി ആകട്ടെ താൻ കല്യാണത്തിന്റെ തിരക്കിലായതുകൊണ്ട് തന്നെ തന്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ആന്റിയുടെ വീട്ടിൽ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞ് ആന്റിയുടെ അഡ്രസ് കൂടി വൂച്ചിന് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കെ വൂച്ചോ മെറിനെ കുറിച്ച് ആലോചിക്കുന്നു. ജെനി തന്നെ ചതിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും മെറിയുടെ മനസ്സിൽ അന്നും ഇന്നും താൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അവൻ ചിന്തിക്കുന്നതും. മെറിയും തന്റെ ഡിസൈൻസ് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന ഷോപ്പിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ നിലവില് ആ ഒരു ഷോപ്പുകാര് ഇതിനു മുമ്പിലത്തെ പ്രൊജക്ടുമായി ബന്ധപ്പെട്ട് കുറച്ച് പേപ്പേഴ്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പേപ്പേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്ന അവളും തന്റെ പ്രൊജക്ടിനും ഇത് ഒരുപാട് ഉപകാരപ്പെടുമെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കൂടുതൽ പേപ്പേഴ്സ് ഒക്കെ ആവശ്യപ്പെടുകയാണ്.